വിഷയത്തിൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? ഈ വിഷയത്തിൽ എന്ത് ചർച്ചയാണ് വേണ്ടത്? ധ്രുവീകരണം സൃഷ്ടിക്കാൻ, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യപരിപാടി എന്ന നിലയ്ക്കാണ് BJP ഇതിനെ കാണുന്നത്. വിശ്വാസം നിങ്ങളുടെയാണ്, ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചോളൂ. പക്ഷേ സഭാതലത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു ധ്രുവീകരണം സൃഷ്ടിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതുപോലുള്ളൊരു ചർച്ച ഒരിക്കലും ഇന്ത്യൻ പാർലമെൻറ്റിൽ നടന്നിട്ടില്ല. ഈ രാജ്യമെന്നുള്ളത് മതനിരപേക്ഷ രാഷ്ട്രമാണ്, എല്ലാവരുടെയും രാജ്യമാണ്. പ്രത്യേകിച്ച് ഒരു വിശ്വാസത്തെയും മുൻനിർത്തിയുള്ള ചർച്ചകൾ മാത്രം നടക്കേണ്ട രാജ്യമല്ല. ഇന്നലെ ഉത്തരാഖണ്ഡിൽ 6 പേരാണ് കൊല്ലപ്പെട്ടത്. അതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല. ഇവർ സൃഷ്ടിച്ചു വിടുന്ന വർഗീയതയുടെ അലയൊലികളാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് എവിടെയും ചർച്ച ചെയ്യേണ്ട. യഥാർത്ഥത്തിൽ പാർലമെൻറ്റ് നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടത് ആ വിഷയമായിരുന്നില്ലേ? അതിൽ നോട്ടീസ് കൊടുത്തിരുന്നു. റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ നോട്ടീസ് കൊടുത്തിട്ട് ആ നോട്ടീസ് യഥാർത്ഥത്തിൽ അവഗണിക്കുകയാണ് ചെയ്തത്. അതായത് 6 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയും ഇവർ ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവൻ അപഹരിക്കപ്പെടും. അങ്ങനെ ജീവൻ അപഹരിച്ചുകൊണ്ട് ഒരു ധ്രുവീകരണം ഈ രാജ്യത്ത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് BJP ശ്രമിക്കുന്നത്. അതിനോട് ഞങ്ങൾക്ക് ശക്തമായ വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇടതുപക്ഷം ഈ നടപടികൾ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഓരോ പാർട്ടിയും അവരുടേതായ നിലപാടുകൾ സ്വീകരിക്കുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് മുമ്പ് TMC ഈ നടപടികൾ ബഹിഷ്കരിച്ചിറങ്ങിയിട്ടുണ്ട്. ഇനി DMK ഇറങ്ങുന്നതാണ്, സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇറങ്ങുന്നതാണ്. ഓരോ പാർട്ടിയും അവർക്ക് യുക്തമെന്ന് തോന്നുന്ന നടപടികൾ സ്വീകരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്. അതുമാത്രം പാർട്ടികൾ എല്ലാവരും ചിന്തിച്ചാൽ ഇന്ത്യയെ വർഗീയവൽക്കരിക്കാനുള്ള ആരെ ആരെ ഒരു വശത്ത് കർഷകർക്കെതിരെ വെടിയുയർത്തുക, എന്നിട്ട് കർഷകപുത്രനെ ആദരിച്ചു എന്നും പറഞ്ഞിട്ട് പ്രചരണം നടത്തുക. ഈ കാപട്യമൊക്കെ എത്ര കാലം ആൾക്കാർ കാണും? കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന നൽകി. ഇവിടെ മണ്ഡല കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയപ്പോൾ രാജീവ് ഗോസ്വാമി എന്ന് പറഞ്ഞൊരു പയ്യനെ ഇവിടെ കത്തിച്ചിട്ട് ആത്മഹൂതിയാക്കിയ ആൾക്കാരാണ് ഇവർ. അതിനെതിരെ കലാപം നടത്തിയ ആൾക്കാരാണ് BJP. ഈ പറഞ്ഞ നരസിംഹറാവു ഓൺ റെക്കോർഡ് പാർലമെൻറ്റിൽ പറഞ്ഞതാണ്, എന്നെ പിന്നിൽ നിന്ന് BJP കുത്തി, ഇവർ വഞ്ചകരാണെന്ന് പറഞ്ഞതാണ്. അതൊക്കെയല്ലേ യഥാർത്ഥത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇതൊക്കെ രാഷ്ട്രീയത്തിന് വേണ്ടി അവരെന്ത് ചെയ്യും? കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി മൻമോഹൻ സിംഗിനെ വാനോളം പ്രകീർത്തിച്ചു. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ മന്ത്രി വന്നിട്ട് ഈ പറഞ്ഞ കറുത്ത പുസ്തകം, അതായത് ബ്ലാക്ക് പേപ്പർ മൻമോഹൻ സിംഗിൻ്റെ മുകളിൽ പതിക്കുകയാണ്. ഇതല്ലേ ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്ന കാപട്യം. ഇതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. അല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്നും ഭാരതരത്ന കൊടുത്തവരെ സല്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവരുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ഭാരതരത്നം ഒരു രാഷ്ട്രീയ വെപ്പണായിട്ട് ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ച BJP ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് ഒരു തന്ത്രപരമായ ഒരു ചർച്ച നടത്തുകയാണ് ചെയ്തത്. ആരും അനാദരവ് കാണിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ ജയന്ത് ചൗധരി അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഇരയാണത്, കോർത്തിരിക്കുന്ന ഇരയാണ്. അപ്പോൾ ഇത് അവർ തന്നെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഈ വിഷയം ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, പൂച്ച പുറത്തായി. ഇവർക്ക് ഇവരോടൊന്നുള്ളൊരു ആദരവല്ല, മറിച്ച് രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ ഭാരതരത്നയ്ക്ക് പിന്നിൽ നിന്ന് മനസ്സിലാവും. ഇപ്പോൾ ഞാനവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഇനി വേണമെങ്കിൽ മൻമോഹൻ സിംഗിന് വേണം ഭാരതരത്ന കൊടുക്കും. എന്നിട്ട് പറയും സോണിയാഗാന്ധി ഭാരതരത്ന കൊടുക്കാൻ തയ്യാറായില്ലെന്ന് പറഞ്ഞ് സോണിയാഗാന്ധിനെ വിമർശിക്കും. അത് ചെയ്യും ഇവർ. അതുപോലുള്ള കാപട്യം ഇവർ ചെയ്യും. അല്ല, അങ്ങനെ ഇതിനകത്തൊരു പ്രത്യേകിച്ചൊരു അഭിപ്രായ ഭിന്നിപ്പിൻ്റെ കാര്യമില്ല. മുസ്ലിം ലീഗ് അവിടെ ലോക്സഭയിൽ ആ ചർച്ച അയോധ്യ ഇപ്പോഴാണ് എടുക്കുന്നത്. ഞങ്ങൾക്കിവിടെ വൈറ്റ് പേപ്പറിന് മുകളിലുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഇറങ്ങിപ്പോകേണ്ട സമയം നേരത്തെയായി, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഓരോ പാർട്ടിക്കും പറയാനുള്ളത് അവിടെ വേദിയിൽ പറഞ്ഞിട്ടിറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പാർട്ടിക്കും ഓരോ അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ DMK നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ആ പ്രസംഗം കഴിയുമ്പോഴല്ലേ ഇറങ്ങുന്നത്. അല്ലാതെ ഞാൻ മാത്രം പ്രസംഗിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ഇറങ്ങേണ്ട കാര്യമുണ്ടോ? അവർക്ക് പറയാനുള്ളതും റെക്കോർഡിൽ വരട്ടെ, രാജ്യം കേൾക്കട്ടെ. നമുക്ക് മുമ്പ് TMC ഇറങ്ങി.